അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഭക്ഷണത്തിനിരിക്കവേ ആത്മാവിൽ അസ്വസ്ഥനായി അരുൾ ചെയ്തു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റുകൊടുക്കും. അവൻ ആരെപ്പറ്റി പറയുന്നു എന്നറിയാതെ ശിഷ്യന്മാർ ആകുലചിത്തരായി പരസ്പരം നോക്കി. ശിഷ്യന്മാരിൽ യേശു സ്നേഹിച്ചിരുന്നവൻ അവന്റെ വക്ഷസ്സിലേക്ക് ചാരി ഇരുന്നു. ശിമയോൻ പത്രോസ് അവനോട് ആംഗ്യം കാണിച്ചു പറഞ്ഞു, അവൻ ആരെപ്പറ്റി പറയുന്നുവെന്ന് ചോദിക്കുക. യേശുവിന്റെ വക്ഷസ്സിൽ ചാരിക്കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു, കർത്താവേ, ആരാണത്? അവൻ പ്രതിവചിച്ചു, അപ്പക്കഷ്ണം മുക്കി ഞാൻ ആർക്കു കൊടുക്കുന്നുവോ അവൻ തന്നെ. യേശു അപ്പക്കഷ്ണം മുക്കി ശിമയോൻ സ്കറിയാത്തിയുടെ മകൻ യൂദാസിന് കൊടുത്തു. അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യുവാനുള്ളത് വേഗം ചെയ്യുക. എന്നാൽ ഭക്ഷണത്തിൽ ഇരുന്നവരിൽ ആരും അവൻ ഇത് എന്തിനു പറഞ്ഞുവെന്ന് അറിഞ്ഞില്ല. പണസഞ്ചി യൂദാസിന്റെ പക്കലായിരുന്നതിനാൽ നമുക്ക് തിരുനാളിന് ആവശ്യമുള്ളവ വാങ്ങൂ എന്നോ ദരിദ്രർക്ക് എന്തെങ്കിലും കൊടുക്കൂ എന്നോ ആയിരിക്കാം യേശു അവനോട് ആവശ്യപ്പെട്ടതെന്ന് ചിലർ വിചാരിച്ചു. അപ്പക്കഷ്ണം സ്വീകരിച്ച ഉടൻ അവൻ പുറത്തേക്ക് പോയി. അപ്പോൾ രാത്രിയായിരുന്നു. അവൻ പുറത്തു പോയി കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, അവനിൽ ദൈവവും മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടുവെങ്കിൽ ദൈവം അവനെ തന്നിൽ മഹത്വപ്പെടുത്തും, ഉടനെ തന്നെ മഹത്വപ്പെടുത്തും. എൻ്റെ കുഞ്ഞുങ്ങളെ, ഇനി അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടി ആയിരിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. എന്നാൽ ഞാൻ യഹൂദരോട് പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളോട് പറയുന്നു, ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ശിമയോൻ പത്രോസ് യേശുവിനോട് ചോദിച്ചു, കർത്താവേ, നീ എവിടേക്കാണ് പോകുന്നത്? യേശു പ്രതിവചിച്ചു, ഞാൻ പോകുന്നിടത്തേക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കുവാൻ നിനക്ക് കഴിയുകയില്ല. എന്നാൽ പിന്നീട് നീ എന്നെ അനുഗമിക്കും. പത്രോസ് പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ തന്നെ എനിക്ക് അങ്ങേ അനുഗമിക്കുവാൻ കഴിയാത്തത് എന്തുകൊണ്ട്? നിനക്ക് വേണ്ടി ജീവൻ ത്യജിക്കുവാൻ പോലും ഞാൻ ഒരുക്കമാണ്. യേശു പ്രതിവചിച്ചു, നീ എനിക്ക് വേണ്ടി ജീവൻ ത്യജിക്കുമെന്നോ? സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുന്നത് വരെ ഇന്ന് കോഴി കൂവുകയില്ല. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ക്രിസ്തു സ്നേഹത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. പരിശുദ്ധമായ ഈ തപസ്സുകാലത്തിൻ്റെ ഏറ്റവും പരിപാവനമായ വിശുദ്ധവാരത്തിലായിരിക്കും നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിൻ്റെ ജീവിതാനുഭവമായി നാം താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതയാത്ര എത്രമാത്രം ദൈവ തിരുമനസ്സിന് ഒത്തതാണ് എന്ന് നാം ചിന്തിച്ചു പോകുന്നു. കാരണമുണ്ട്, പിതാവായ ദൈവത്തിൻ്റെ തിരുഹിതം ഏറ്റവും വിശ്വസ്തയോടെ നിറവേറ്റിയ ക്രിസ്തു കടന്നുപോയ എല്ലാ ദുഃഖ ദുരിത വഴികളിലൂടെ ഒരുപക്ഷെ നാമും നമ്മുടെ ജീവിതയാത്രയിൽ കടന്നു പോകുന്നുണ്ടാകാം.
നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ക്രിസ്തുവിൻ്റെ ജീവിതാനുഭവത്തോട് ചേർത്ത് പിടിച്ച് ധ്യാനിക്കുവാൻ കൂടിയാണ് ഈ വിശുദ്ധവാരം നമുക്ക് നൽകപ്പെട്ടിരിക്കുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒറ്റിക്കൊടുക്കപ്പെടുമെന്നും തള്ളിപ്പറയപ്പെടുമെന്നും ഒക്കെ അറിയാമായിരുന്നിട്ടും അതൊക്കെ ദൈവത്തിൻ്റെ തിരുമനസ്സിൻ്റെ ഭാഗമാണ് എന്ന് അറിഞ്ഞിട്ടും യേശു ആത്മാവിൽ അസ്വസ്ഥനായി. കാരണമുണ്ട്, അവൻ അവരെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. നാം സ്നേഹിക്കുകയും നമ്മെ സ്നേഹിക്കുകയും ചെയ്യുന്നവരിൽ നിന്ന് മുറിവേൽക്കുമ്പോൾ ആ മുറിവിന് ആഴമേറുന്നു. യേശു ഏറെ സ്നേഹിച്ച അപ്പോസ്തലന്മാരായിരുന്നു പത്രോസും യൂദാസും. എന്നാൽ അവർ രണ്ടുപേരും ക്രിസ്തുവിനെ ഒരുപോലെ മുറിവേൽപ്പിക്കുന്നുണ്ട്. ഒരുവൻ ഒറ്റിക്കൊടുക്കുവാൻ ഒരുങ്ങുമ്പോൾ മറ്റൊരുവൻ തള്ളിപ്പറയാൻ ഒരുങ്ങുന്നു. അതെല്ലാം അറിഞ്ഞിട്ടും ക്രിസ്തു അവരെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. സത്യത്തിൽ സ്നേഹിതരിൽ നിന്ന് മുറിവേൽക്കുമ്പോൾ ആ മുറിവിൻ്റെ ആഴം നമ്മെ വല്ലാതെ നൊമ്പരപ്പെടുത്തുകയും ആ ആഴത്താൽ നമ്മൾ നൊമ്പരപ്പെട്ടു പോവുകയും ചെയ്യുന്നു. വിശുദ്ധവാരം നമ്മെ സ്നേഹിച്ചിട്ടും നാം സ്നേഹിച്ചിട്ടും നമ്മെ മുറിപ്പെടുത്തിയ ഓരോ മനുഷ്യരെയും ദൈവത്തിരുമുമ്പിൽ സമർപ്പിച്ച് അവർക്കെല്ലാം മാപ്പും പൊറുതിയും നൽകുവാനുള്ള കാലഘട്ടം കൂടിയാണ്. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ശത്രുവാണ് എന്നെ ദേഷിച്ചിരുന്നതെങ്കിൽ എനിക്ക് ഇത്രമാത്രം സഹനമുണ്ടാകില്ലായിരുന്നു. ശത്രുവാണിത് ചെയ്തിരുന്നതെങ്കിൽ എന്നെ ഇത്രമാത്രം സങ്കടപ്പെടുത്തില്ലായിരുന്നു. എന്നാൽ എന്നെ സ്നേഹിക്കുന്നവൻ, എൻ്റെ ഒപ്പം ഉറങ്ങുന്നവൻ, എൻ്റെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുന്നവൻ, എന്നോടൊപ്പം അപ്പം ഭക്ഷിക്കുന്നവൻ, അവൻ തന്നെ ഇത് ചെയ്തതിനാൽ എൻ്റെ ഹൃദയം വല്ലാതെ നൊമ്പരപ്പെട്ടു പോയി. നമ്മുടെ ജീവിതത്തിൽ നാം ഒറ്റിക്കൊടുക്കപ്പെടുകയും തള്ളിപ്പറയപ്പെടുകയും ചെയ്തു പോയ അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ ജീവിതാനുഭവങ്ങളാണ്, ക്രിസ്തു കടന്നുപോയ ജീവിതങ്ങളാണ്. ഈ വിശുദ്ധമായ കാലഘട്ടം നമുക്കെല്ലാവർക്കും മാപ്പ് നൽകിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ മനസ്സിലേക്ക് വളരുവാനും ഉയരുവാൻ നമ്മെ ക്ഷണിക്കുകയാണ്. തള്ളിപ്പറഞ്ഞ പത്രോസിനെയും ഒറ്റിക്കൊടുത്ത യൂദാസിനെയും യേശു ചേർത്ത് പിടിക്കുകയും അവരെ കരുതലോടുകൂടി സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ ഒരു ചിന്ത എന്തെന്നോ, അവൻ ഒറ്റിക്കൊടുക്കുവാൻ പോകുകയാണ് എന്ന് നേരത്തെ അവൻ അറിഞ്ഞിട്ടും അത് യേശു മുൻകൂട്ടി പറയുവാൻ പരിശ്രമിച്ചിട്ടും അതൊക്കെ മനസ്സിലാകുന്നതിൽ നിന്ന് യേശു മറ്റു ശിഷ്യന്മാരുടെ മനസ്സിനെ മാറ്റി നിർത്തി എന്നതാണ്. തീർന്നില്ല, യേശു അവനെ ആ ദൗത്യത്തിലേക്ക് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വിട്ടുകൊടുക്കുമ്പോൾ പോലും അത് മറ്റാർക്കും മനസ്സിലാകുന്നില്ല. പണസഞ്ചി യൂദാസിൻ്റെ പക്കലായതിനാൽ നമുക്ക് തിരുനാളിന് ആവശ്യമായത് എന്തെങ്കിലും വാങ്ങുവാനോ ദരിദ്രർക്ക് എന്തെങ്കിലും കൊടുക്കുവാനും ആയിരിക്കാം അവനെ പറഞ്ഞയച്ചത് എന്ന് ഒരു ധ്വനി ഉണ്ടാകുന്ന രീതിയിലായിരുന്നു യേശു സംസാരിച്ചത്. യേശു അവരോട് എല്ലാം തുറന്നു പറയുന്നുണ്ട്. എന്നാൽ അപ്പക്കഷ്ണം സ്വീകരിച്ച ശേഷം അവൻ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇരുട്ടായിരുന്നു, രാത്രിയായിരുന്നു എന്നുകൂടി സുവിശേഷൻ കൂട്ടിച്ചേർക്കുന്നു. പ്രിയ ദൈവമക്കളെ, നാം കൂടെയുള്ളവരെ, നാം സ്നേഹിച്ചവരെ, നമ്മെ സ്നേഹിച്ചവരെ നാം ഒറ്റിക്കൊടുക്കുമ്പോൾ, തള്ളിപ്പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു ദുരന്ത അനുഭവത്തെയാണ് രാത്രിയായി, ഇരുട്ടായി സുവിശേഷത്തിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുക. നാം ഇരുട്ടിൻ്റെ മക്കളായി ജീവിക്കേണ്ടവരല്ല, പ്രകാശത്തിൻ്റെ മക്കളാകാൻ വിളിക്കപ്പെട്ടവരാണ്. ആകയാൽ സഹോദരങ്ങളെ ഹൃദയപൂർവ്വം സ്നേഹിച്ചുകൊണ്ട് ആരെയും തള്ളിപ്പറയാതെ, ആരെയും ഒറ്റിക്കൊടുക്കാതെ എല്ലാവർക്കും നന്മയായി നിലകൊള്ളുവാൻ വേണ്ട ആത്മീയ കൃപയും പ്രചോദനവും നൽകണമേ എന്ന് ഈ ദിനം നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മെ മുറിവേൽപ്പിച്ച സകലരോടും ഹൃദയപൂർവ്വം പൊറുക്കുവാൻ, മാപ്പ് നൽകുവാൻ കൃപാവരം നൽകണമേ എന്ന് നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് മുമ്പേ മുറിവേറ്റ ക്രിസ്തുവിൻ്റെ കാരുണ്യത്താൽ നമുക്കും ഹൃദയപൂർവ്വം മറ്റുള്ളവരോട് പൊറുക്കുവാനും മാപ്പ് നൽകാനും കഴിയും. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.